ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് NAS +2ൻ്റെ 2023-24 അക്കാദമിക് ഇയറിലെ മലയാളത്തിൻ്റെ TMA ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അസൈൻമെൻറ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൃഷ്ണൻ്റെ ബാല്യകാല സ്മരണയിൽ തെളിയുന്ന കളിക്കോപ്പുകൾ എന്തെല്ലാം? അപ്പോൾ ഇത് 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏത് ചാപ്റ്റർ നിന്നാണ്? അമ്മയ്ക്കൊരു സന്ദേശം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നിന്നാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? കൃഷ്ണൻ അരുമയായിട്ട് താലോലിക്കുന്ന പാവകളും അതേപോലെ തന്നെ ഭംഗിയുള്ള ഓണവില്ലുകളുമാണ് കൃഷ്ണൻ്റെ ബാല്യകാല സ്മരണയിൽ തെളിയുന്ന കളിക്കോപ്പുകൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അയ്യോ, ഞാനെടുത്ത പണിയെല്ലാം വെറുതെയായി. പാഖാം ഇങ്ങനെ ചിന്തിക്കാനിടയായ സാഹചര്യമെന്ത്? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്റർ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ലിയോ ടോൾസ്റ്റോയുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണമെന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അത്യാഗ്രഹിയായ പാഖാം ഭൂവുടമ പറഞ്ഞതുപോലെ അസ്തമയത്തിന് മുൻപ് ഭൂമി അളന്നെടുത്താൽ ആ അളന്നെടുത്ത ഭൂമി മൊത്തം സ്വന്തമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചിന്തയിൽ അധികം ഭൂമി അളന്നെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അളന്നെടുത്ത ഭൂമി തനിക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. തീവണ്ടി ആപ്പീസിൽ മരണാസനായി കിടക്കുന്ന മനുഷ്യനെ വള്ളത്തോൾ ചിത്രീകരിക്കുന്നത് എങ്ങനെ? നമുക്ക് ആൻസർ നോക്കാം. മരണാസനായ ആ തൊഴിലാളി എല്ലും തോലും ഞരമ്പും കൂട്ടിവെച്ച ഒരു മനുഷ്യക്കോലം മാത്രം. അയാൾ തീവണ്ടിയാപ്പീസിൻ്റെ ഒരു അഴുക്കുമൂലയിൽ കിടക്കുന്നു. അയാളുടെ കണ്ണുകൾ കുണ്ടിൽ താണു പോന്നിരിക്കുന്നു. കവളൊട്ടിയും മൂക്ക് വളഞ്ഞുമിരിക്കുന്നു. അയാൾക്ക് കുപ്പായമോ കുടയോ ചെരുപ്പോ വിരിപ്പോ മാറാപ്പോ ഒന്നുമില്ല. ആകെയുള്ളത് അരയ്ക്ക് ചുറ്റിയ കീറത്തുണി മാത്രം. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആന മേയ്ക്കുന്നതിനേക്കാൾ ക്ലേശമാണ് ആടുമേയ്പ്പ്. ഈ നിഗമനത്തിൽ നാണുക്കുട്ടി എത്തിച്ചേർന്നതെങ്ങനെ? ഈ ഒരു ക്വസ്റ്റ്യൻ മലയാളത്തിലെ 18ാമത്തെ ചാപ്റ്ററായ അജഗജാന്തരം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഹിൻഡ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ഹിൻഡ് ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്കിനനുസരിച്ചിട്ട് ആൻസർ എഴുതുക. ഇത് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആട് കണ്ണിൽ പെടുന്നതൊക്കെ തിന്നിട്ട് എല്ലായിടത്തും നടക്കും. കണ്ണ് തെറ്റിയാൽ അയൽക്കാരൻ്റെ പറമ്പിലെത്തുകയും ചെയ്യും. പിന്നെന്താണ്? ആനയുടെ ഒപ്പം നടക്കുന്നത് പോലെ ആടിൻ്റെ ഒപ്പം നടക്കാൻ പറ്റില്ല. ആടെപ്പോഴും മുന്നോട്ട് കുതിച്ചു കയറും. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ആന മേയ്ക്കുന്നതിനേക്കാൾ ക്ലേശമാണ് ആടുമേയ്പ്പ് എന്ന നിഗമനത്തിൽ നാണുക്കുട്ടി ചേരുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജന്മിത്തത്തിൻ്റെ സമ്പന്നതയിലും മാസത്തിൽ 20 ദിവസം ഉപവസിച്ചതിന് കുഞ്ഞാത്താലമ്മയുടെ ന്യായീകരണം എന്തായിരുന്നു? ഇത് മലയാളം ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മനുഷ്യപുത്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഹിൻഡ് ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞാത്താലമ്മ ഇല്ലത്ത് സമൃദ്ധിയിൽ കഴിയുമ്പോഴും മാസത്തിൽ 20 ദിവസവും അവർ ഉപവസിക്കാറുണ്ട്. പട്ടിണിക്കാരുടെ ദുരിതം അറിയുവാനാണ് താൻ അന്നം ഉപേക്ഷിക്കുന്നതെന്ന് അവർ പറയുമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഹിൻഡ്. അപ്പോൾ നിങ്ങൾ ബാക്കി ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് മാർക്കിനനുസരിച്ച് എഴുതുക. ഇനി അസൈൻമെൻറ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു പ്രഭാഷണം തയ്യാറാക്കുക. ക്വസ്റ്റ്യൻ മാധ്യമങ്ങളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എഴുത്ത്, ടെലിവിഷൻ, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവ പ്രേക്ഷകരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ആധുനിക സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന മാധ്യമങ്ങളുടെ പങ്ക് നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ്. മാധ്യമങ്ങളുടെ സ്വാധീനം പ്രേക്ഷകരിലോ വ്യക്തിഗത വിശ്വാസങ്ങളിലോ മാറ്റം വരുത്തുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട്. ഇത് പ്രേക്ഷകരുടെ മനഃശാസ്ത്രപരമായ സവിശേഷതകളും ജനസംഖ്യാശാസ്ത്രവും ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഇഫക്റ്റുകൾ
പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പെട്ടെന്നുള്ളതോ ക്രമേണയോ ഹ്രസ്വകാലമോ ദീർഘകാലമോ ആകാം. എല്ലാ ഫലങ്ങളും മാറ്റത്തിൽ കലാശിക്കുന്നില്ല. ചില മാധ്യമ സന്ദേശങ്ങൾ നിലവിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു. കൂടാതെ കുട്ടികളുടെ സാമൂഹിക മാനസിക വികാസത്തിന് മാധ്യമങ്ങൾ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. കുട്ടികൾ മാധ്യമങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോൾ സംഗീതം, വീഡിയോ ഗെയിമുകൾ, ഇൻ്റർനെറ്റ്, ടെലിവിഷൻ എന്നിവ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ളതാണോ എന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാഹചര്യമായതിനാൽ ഗുണത്തിനേറെ മാരകമായ ദോഷങ്ങളിൽ അത് കലാശിക്കും. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധ്യമങ്ങൾ പ്രത്യേകം പങ്ക് വഹിക്കുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളെപ്പോലെ തന്നെ പഠന വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്. ഈ മാധ്യമങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ എങ്ങനെ കഴിഞ്ഞു എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. ആധുനിക മാധ്യമങ്ങൾ അടിസ്ഥാനപരമായിട്ട് ദൃശ്യങ്ങളിലൂടെയാണ് സംവദിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തമായ ഇന്ദ്രിയങ്ങൾ കണ്ണും കാതുമാണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കും നിദാനം കണ്ണും കാതും തന്നെ. അപ്പോൾ ശബ്ദങ്ങളും അതിലേറെ ദൃശ്യങ്ങളുമാണ് വ്യക്തിസത്തായ ആഴത്തിൽ സ്വാധീനിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചിട്ട് വളരെയധികം സംസാരിക്കാനുണ്ടെങ്കിലും മാധ്യമങ്ങളെ സൂക്ഷിച്ചുപയോഗിക്കുക, ശ്രദ്ധിച്ചുപയോഗിക്കുക എന്ന മുദ്രാവാക്യം മനസ്സിൽ കണ്ടുകൊണ്ട് മാധ്യമങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനും ആൻസറിലും ഡിസ്കസ് ചെയ്യാനുള്ളത്.